കോൾ ബാക്ക് ഹെൽ എന്താണെന്ന് നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റ് അറിയണ്ടാവും. അതേപോലെ തന്നെ വേറൊരു സംഭവമാണ് പ്രോമിസ് ഡോട്ട് ഹെൽ. സോറി, പ്രോമിസ് ഡോട്ട് ഹെൽ അല്ല, പ്രോമിസ് ഹെൽ ഇൻ ജാവാസ്ക്രിപ്റ്റ്. അതെന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. ഇവിടെ 3 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന് ഫെച്ച് യൂസർ, ഫെച്ച് ഓർഡേഴ്സ്, ഫെച്ച് പേയ്മെന്റ്സ്. ആ മൂന്നും റിട്ടേൺ ചെയ്യുന്നത് ഒരു ഡമ്മി പ്രോമിസസ് ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇത് നമുക്ക് ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ വേ എന്ന് പറഞ്ഞാൽ ദി ഹെൽ വേ. ഇവിടെയാണ് നമ്മളുടെ പ്രോമിസ് എന്താ പറയുക ഹെൽ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓരോ മെത്തേഡ് ഞാൻ വിളിക്കുന്നു, അത് ദെൻ ബ്ലോക്ക് യൂസ് ചെയ്തിട്ടാണ് അടുത്ത മെത്തേഡ് വിളിക്കുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഫൈനലി നമുക്ക് ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് എത്ര ദെന്ന് കാണാം? 1, 2, 3. അപ്പോൾ ഇങ്ങനെ നെസ്റ്റഡ് ദെൻ യൂസ് ചെയ്തിട്ട് ഒരു മൾട്ടിപ്പിൾ പ്രോമിസസ് റിസോൾവ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണ് പ്രോമിസ് ഹെൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഈ ഡിബഗിങ് കോംപ്ലക്സ് ആയിരിക്കും. അതേപോലെ തന്നെ എറർ വന്നു കഴിഞ്ഞാലൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും ഇത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ചുകൂടി നല്ല അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യാം. അസിങ്ക് അവൈറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഓരോ പ്രോമിസും നിങ്ങൾ വെയിറ്റ് ചെയ്യും റിസോൾവ് ചെയ്യുന്നവരെ, എന്നിട്ട് അടുത്തയിലേക്ക് പോകും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാ പ്രോമിസും റിസോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രോമിസായിട്ടും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു റെക്കമെൻഡഡ് അല്ലെങ്കിൽ ഗുഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രോമിസ് ഡോട്ട് ഓൾ എന്ന് പറഞ്ഞ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. പ്രോമിസ് ഡോട്ട് ഓളിൽ നിങ്ങൾക്ക് ഏതൊക്കെ പ്രോമിസസ് ആണ് പാരലലി പ്രോസസ്സ് ചെയ്യേണ്ടത് അത് നിങ്ങളൊരു അറേയിലേക്ക് പാസ് ചെയ്യുക. അതായത് ഈ ഫംഗ്ഷൻ എല്ലാം അറേയിലേക്ക് പാസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അവസാനം കിട്ടും. ഓക്കെ, അത് റിട്ടേൺ ചെയ്യുന്നതും അറേയാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ അറേ ഡീസ്ട്രക്ചറിങ് യൂസ് ചെയ്തത്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പ്രോമിസ് ഡോട്ട് ഓൾ യൂസ് ചെയ്യുന്ന ടൈമിൽ ഏതെങ്കിലും ഒരു പ്രോമിസ്, ആ അറേയിലെ ഏതെങ്കിലും ഒരു പ്രോമിസ് ഫെയിൽ ആവുകയാണെങ്കിൽ എല്ലാ പ്രോമിസും ഫെയിൽ ആവും, നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇവിടെ ഫെച്ച് ഓർഡേഴ്സ് ഫെയിൽ ആവുകയാണെങ്കിൽ ഫെച്ച് പേയ്മെൻറ്റ്സ് ബാക്ക്ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യും, പക്ഷേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല. ഇനി നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഫെയിൽഡും സക്സസ്സും കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രോമിസ് ഡോട്ട് ഓൾ സെറ്റിൽഡ് യൂസ് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് റിജക്റ്റും കിട്ടും, റിസോൾവ് ആയ ഡീറ്റെയിൽസും കിട്ടും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.